കുറച്ചു കാലമൊക്കെ ഗൾഫിൽ ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു 2 വർഷമെങ്കിലും അങ്ങനെ ഗൾഫിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ജോലി ചെയ്തിട്ട് പ്രവാസിയായി നിന്നിട്ട് തിരികെ വന്ന് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവശരായിരിക്കും. നമ്മൾ ഊഹിക്കണം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അസുഖങ്ങൾ വന്നു കയറുന്നത്, കടം വന്നു കയറുന്നത്, മറ്റ് അസ്വസ്ഥതകൾ, ടെൻഷൻ എല്ലാം കൂടി വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സാന്ത്വന എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു പദ്ധതിയുണ്ട്. ഒരു കാശും മുടക്കണ്ട. ആകെ 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തു എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും രേഖ, വിസയുടെ കോപ്പിയോ പാസ്പോർട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് norca.roots.org അതിൽ പോയിട്ട് സാന്ത്വന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നു, അതിനൊക്കെ ഏറ്റവും കുറഞ്ഞത് 50,000 രൂപയുടെ ധനസഹായം കിട്ടും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആൾ പ്രവാസി മരിച്ചുപോയി, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മരിച്ചുപോയി, കുടുംബത്തിന് 1 ലക്ഷം രൂപ ഈ സാന്ത്വന പദ്ധതി ചേർന്നു എന്നതിൻ്റെ പേരിൽ മാത്രം കൊടുക്കും. പിന്നെ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ 25,000 രൂപ വരെ കിട്ടും. അതല്ല മക്കളുടെ കല്യാണം, ഒരു 15,000 രൂപ കൊടുക്കും. 15,000 എങ്കിൽ 15,000 മക്കളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സഹായം കിട്ടുമല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ വീൽ ചെയർ അടക്കമുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു എയ്ഡ് സഹായത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളുണ്ടല്ലോ, ആ കാറ്റഗറിയിൽ വെച്ചാൽ അപേക്ഷ കൊടുത്താൽ ഒരു 10,000 രൂപ അതിനും കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റിയ സംഗതിയാണ് ഈ സാന്ത്വനം എന്നറിയപ്പെടുന്ന പദ്ധതി. norca.roots.org പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ആർക്കെങ്കിലും ഉപകാരമായി മാറട്ടെ. ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നിട്ട് അസുഖമാണ്, കടമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൾഫ് സ്റ്റോറീസ് ഇക്കാര്യം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.